അതായത് പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ് എന്നൊരു ധാരണ പുറത്തുണ്ട്. എന്നാൽ അടുത്ത പരിചയമുള്ളവർക്ക് നേരെ മറിച്ചുള്ള അഭിപ്രായമാണ്. ഈ പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ, അതോ ഈ കടുപ്പക്കാരനെന്ന ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അതോ ആളുകൾ തന്നെ അത് തിരിച്ചറിയട്ടെ എന്നാണോ നിലപാട്? അത് ബ്രാൻഡ് ചെയ്യപ്പെടുന്നതാണ്. കാരണം ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകൻ, പ്രത്യേകിച്ച് CPIM-ന്റെ ഒരു പ്രധാനി എന്നൊക്കെയുള്ള നിലയിൽ വരുമ്പോൾ അതിലൊരു സാധാരണയിൽ നിന്നൊരു വ്യത്യസ്തനാണ് എന്ന് കാണിക്കൽ നമ്മുടെ ചില ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മനുഷ്യന് പല ഭാവങ്ങളുണ്ടാവുമല്ലോ, അതിലേതെങ്കിലും ക്ഷോഭിച്ച ഭാഗമുണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുന്ന ചിത്രങ്ങൾ. അപ്പോൾ മറ്റ് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും, പക്ഷെ അത് കൊടുക്കേണ്ടതില്ല എന്ന് അവർ നോക്കും. ഞാൻ പിന്നെ എന്നെ പറ്റി വരുന്ന വാർത്തകളിൽ അധികം അങ്ങനെ വ്യാകുലപ്പെടാറില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമായിട്ട് ഞാൻ കാണാമല്ലോ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായി അത് എന്നിലൂടെ പ്രകടിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന നിലക്കാണ് ഞാനത് കാണാറ്. ഈ എതിർപ്പ് ഉയർത്തുന്നവരോടും ഒരു തരത്തിലുള്ള ഈർഷ്യയോ വിദ്വേഷമോ എനക്കൊട്ടുണ്ടാകാറുമില്ല. അവരവരെ രീതി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തെറ്റായ കാര്യം വന്നാൽ, ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ പല മാധ്യമങ്ങളെയും അപ്പം തന്നെ വിളിക്കും. എന്താ നിങ്ങളങ്ങനെ കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത് ശരിയാണോ എന്നൊക്കെ പറയും. ഇന്ന് വരെ ഒരാളെ ഞാൻ വിളിക്കാൻ പോയിട്ടില്ല. എന്ത് വാർത്ത വന്നാലും അതവിടെ നിന്നോട്ടെ എന്നുള്ളതാണ്. അങ്ങനെയൊരു പ്രകൃതമാണ് ഞാൻ സ്വീകരിച്ചു വരാറുള്ളത്. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണെങ്കിലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇന്ന് നേരിടുന്ന ഒരു ദുരവസ്ഥ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും വ്യാജ ആരോപണങ്ങളും നേരിടേണ്ടി വരുന്നു എന്നതാണ്. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കലാരംഗത്തും ഒക്കെ ഉണ്ട്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ അങ്ങ് ഒരുപാട് നേരിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പതരാതെ നേരിടാൻ പ്രാപ്തനാക്കിയത് അങ്ങയുടെ രാഷ്ട്രീയ പശ്ചാത്തലമാണോ, അത് മറ്റു ജീവിതാനുഭവങ്ങളാണോ? അത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുത്. നിങ്ങളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ ആ ആരോപണത്തിൻ്റെ ഭാഗമായുള്ള എന്തെങ്കിലും ഒരു അംശത്തിൻ്റെ പങ്കാളിത്തം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. ഒന്നുമില്ലാത്തൊരു കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊരു ചിരിയോടെ നേരിടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ എന്തെല്ലാം ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പേരിലുള്ളതാണെന്ന് വന്നിരുന്നു. ഒരു വീട് തന്നെ കാണിച്ചുകൊണ്ട് അത് എൻ്റെ വീടാണ് എന്ന്, മറ്റൊരാളുടെ വീട് എൻ്റെ വീടാണെന്ന് കാണിച്ചുകൊണ്ട് വാർത്തകൾ വന്നു. ആ വീട്ടുടമ തന്നെയാണ് എന്നെ അറിയിക്കുന്നത്, ഇതെൻ്റെ വീടാണ്, നിങ്ങളുടെ വീടല്ല, ഇങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളത്. പിന്നെ സിംഗപ്പൂര് കമല ഇന്റർനാഷണൽ, അങ്ങനെ ഒരു കമ്പനിയുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ബാധിക്കേണ്ട കാര്യമില്ല. അതിന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്, തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. എൻ്റെ പൂർണ്ണമായ വിശ്വാസം ഇതേവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വലിയ തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറഞ്ഞാൽ, മുൻപ് അന്ന് ഞാൻ മന്ത്രിയൊന്നുമല്ല, ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന കാലമാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു ട്രാൻസ്ഫർ വേണം, ഒരാളുടെ മകനാണ്, പാവപ്പെട്ടൊരു മനുഷ്യനാണ്. അയാൾ എൻ്റെ അടുത്ത് വന്നു, ഞാനത് ബന്ധപ്പെട്ട ആളെടുത്ത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇടക്ക് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത്. ഇദ്ദേഹമാണെങ്കിൽ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. എനിക്ക് വീട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ പുഴ കടന്നു പോകണം. ഇപ്പോൾ രാത്രി ചിലപ്പോൾ 11 മണി വന്ന് അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തെ പോയി വിളിച്ചിട്ട്, ഇദ്ദേഹമാണ് തോണി എന്നാണ് നമ്മൾ പറയുക, വഞ്ചിക്ക്, ആ തോണിയിൽ ഇങ്ങോട്ട് കടത്തുന്നത്. അങ്ങനെ ബന്ധമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ എന്നെ അറിയുന്ന ആളാണ്. പക്ഷേ ഒരു 2-3 തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് പറയാണ്,
അല്ല ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാ അയ്യോ എന്ന് പറയും. അപ്പൊ എനിക്കത് പെട്ടെന്ന് എനിക്ക് മറ്റൊരു തോന്നലും ഉണ്ടാകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ഞാൻ മറ്റെന്തെങ്കിലും വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. എന്താ നിങ്ങൾ പൈസയായിട്ടാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചേ? അതെ അതെ. അപ്പൊ ഇന്ന് ഞാൻ കുറെ കൂടി മാറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിർത്താം, എഴുന്നേറ്റ് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതത്രേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ. മറ്റൊന്നും നിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളിപ്പോൾ ഇറങ്ങിക്കോളൂ. അപ്പോൾ പിന്നെ അദ്ദേഹം പോയി. അവിടെയുള്ള ആൾക്കാരോട് എനിക്കിങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എനിക്ക് പിന്നെയും വിരോധമില്ല. പിന്നെ ആ പാവത്തിന്റെ മകന് പിന്നെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു. ഒരു കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിലൊരു ധാരണ. ഇത് ഇങ്ങനെ നമ്മളെ ചെറുപ്പത്തിലെ അറിയുന്ന ആൾക്ക് പോലും ഇങ്ങനെ തോന്നുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അത് നാടിൻ്റെ ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ അന്നും കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും അതിന് മാറ്റം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പൂർണ്ണ ബോധ്യം. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും എപ്പോഴെങ്കിലും ഒരു കരഞ്ഞു പോയ സന്ദർഭമുണ്ടോ? അമ്മയുടെ മരണം അതല്ലാതെ? അത് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച സംഭവങ്ങൾ ധാരാളമുണ്ട്. അത് വേദനിപ്പിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം വിഷമം തോന്നുന്നത് നമ്മുടെ ഒന്നിച്ചുള്ളവരും നമ്മളെ വിട്ടുപിരിയുമ്പോൾ, നമുക്ക് ശേഷം വിട്ടുപിരിയേണ്ടവരാണെന്ന് കരുതുന്നവർ വിട്ടുപിരിയുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ. അതിപ്പോൾ പരസ്യമായിട്ട് തന്നെ പ്രകടമായതാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ആ അനുശോചന യോഗത്തിൽ സംസാരിക്കാൻ, ആ സംസാരം പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്ക് ജീവിതത്തിൽ എന്തിനെങ്കിലും ഭയമുണ്ടോ? ഭയം എന്നത് ആ തരത്തിലില്ല. പക്ഷെ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് തരത്തിലുള്ള ഭയം എന്നെ അധികം ബാധിക്കാറില്ല. സർ, ഈ സിനിമയിലെ ചിലപ്പോഴൊക്കെ പോലീസ് മർദ്ദനത്തിന് വിധേയനാകുന്ന കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്യാമറയ്ക്ക് മുന്നിലുള്ള അനുഭവമാണ്. പക്ഷെ ജീവിതത്തിൽ അത് ഒരുപാട് നേരിട്ട ഒരാളെന്ന നിലയ്ക്ക് അടിയന്തരാവസ്ഥക്കാലത്ത് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് മർദ്ദനം, ലോക്കപ്പിലെ ആ ഭീകരമായ രാത്രികൾ, പിന്നീട് ജയിൽവാസം, ഇതെല്ലാം ശേഷം ആ ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ച് നിയമസഭയിൽ അങ്ങ് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ആ ഷർട്ട് അന്ന് അങ്ങ് ഇന്ന് സൂക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെ കയ്യിലില്ല. പക്ഷെ അതുവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു. അത് അതൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലുള്ളതാണല്ലോ. നമ്മളെ ലോക്കപ്പില് ഞാനന്ന് ചെറുപ്പമാണ്, അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. ഈ അടി കൊണ്ടിട്ട് നീര് കെട്ടിയിട്ട് അതിൻ്റെ ആ തൊലി പോയിട്ട് വേറെ തൊലി വന്നിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ളതായിരുന്നു തല്ല്. പിന്നെ ഈ ഒരു മിന്നലിങ്ങനെ വരും. ഈ അടി ഈ ഭാഗത്തൊക്കെ കൊണ്ടാൽ കണ്ണിൽ ഒരു മിന്നുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള തല്ലായിരുന്നു അത്. അത് വളരെ വളരെ കടുത്ത മർദ്ദനായിരുന്നു. അല്ല, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയായി ഭരണം നടത്തുമ്പോൾ അന്ന് പോലീസ് മർദ്ദനമേറ്റ് കടന്ന 28-29 വയസ്സുകാരൻ ഓർമ്മയിൽ വരാറുണ്ടോ? കാര്യം ശരീരത്തിലെ മുറിവിനേക്കാൾ വലിയ പോറലുകൾ അന്ന് മനസ്സിലേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ മാനസികാവസ്ഥ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുകയാണ്. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നാണ്. കാരണം ഇവിടുത്തെ ഏജൻസി തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് ആ നില തന്നെ സ്വീകരിച്ചു പോവുകയാണ്. അതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്.
അത് നിസ്സഹായരായ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല.